സുജിത് വാസുദേവന്റെ സിനിമകൾ മാത്രമല്ല, ദാമ്പത്യ ജീവിതവും ആരാധകർ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. നടി മഞ്ജുപിള്ളയായിരുന്നു സുജിത്തിന്റെ ജീവിത പങ്കാളി. എന്നാൽ ഇരുവരും 2024 വിവാഹബന്ധം വേർപെടുത്തി. 2000-ലാണ് സുജിത്തും മഞ്ജുവും വിവാഹിതരായത്. 24 വർഷങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് 2024 കർട്ടനിട്ടു. ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനായി പ്രവർത്തിച്ചയാളാണ് സുജിത് വാസുദേവ്. മെമ്മറീസ്, ദൃശ്യം, അനാർക്കലി, എസ്ര, ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ അവയിൽ ചിലത് മാത്രം. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനാണ് സുജിത് വാസുദേവ് ക്യാമറ കണ്ണുകളിലൂടെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. വിവാഹമോചനത്തെ സംബന്ധിച്ച് സംസാരിക്കുകയാണ് സുജിത് വാസ്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ താൻ സംവിധാനം ചെയ്ത ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രം ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു എന്ന ചോദ്യത്തിനാണ് സുജിത്ത് മറുപടി നൽകുന്നത്. ആ സിനിമ പ്രതിഫലിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. ഞാനും മഞ്ജുവും 2-3 വർഷങ്ങളായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് വിവാഹമോചിതരായത്. സിനിമയിൽ സംഭവിച്ചതുപോലെ ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചാകും സംഭവിക്കുക. ഞങ്ങൾ പൊരുത്തപ്പെട്ട് വീണ്ടും ഒരുമിച്ചേനെ. ജീവിതവും സിനിമയും രണ്ടും രണ്ടാണ്. ജീവിതത്തെ ജീവിതമായും സിനിമയെ സിനിമയായും കാണണം. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊണ്ടു നടക്കുക, സുജിത്ത് പറഞ്ഞു. ജീവിതത്തിൽ നടന്നതും നടക്കുന്നതുമായ കാര്യങ്ങളെ തടയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അവരെ കല്യാണം കഴിച്ചതിനെയോ ജീവിതത്തിൽ സംഭവിച്ചതിനോ ഒന്നും തടയാൻ സാധിക്കില്ല. ഇതല്ലെങ്കിൽ വേറൊരാളെ വിധിച്ചിട്ടുണ്ടാവും. അതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരും. അതിനെയാണ് വിധി എന്ന് വിളിക്കുന്നതെന്നും സുജിത് വാസുദേവ് പറഞ്ഞു. പല ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് ജീവിതം. എത്ര നാളിങ്ങനെ വിഷമിച്ചിരിക്കും. ഒരാൾ നമ്മെ വിട്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ കൂടെ ഇല്ലാത്തപ്പോഴോ അതാണ് സന്തോഷമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. വിഷമഘട്ടത്തിൽ നിന്ന് മാറേണ്ടത് എങ്ങനെയാണെന്നല്ലേ ചിന്തിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഈ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. മഞ്ജുപിള്ള ആദ്യം ഒരു വിവാഹം കഴിച്ചായിരുന്നു. അത് സീരിയൽ നടനായ മുകുന്ദനെയായിരുന്നു. ആ ബന്ധം പിരിഞ്ഞ ശേഷമാണ് ഇദ്ദേഹവുമായിട്ട് വിവാഹിതരായത്. ഇതിലൊരു മകളുണ്ട് മഞ്ജുപിള്ളയ്ക്ക്, ഇരുവർക്കും. അപ്പോൾ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞ ഒരു കുടുംബമാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല.